4 4 സീറ്റ് ചെയറും വരുന്നുണ്ട്, 6 സീറ്റ് വരുന്നുണ്ട്. ആണി പൊട്ടും പൊട്ടൂല, വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഐറ്റംസുകളും. ഇവിടെ ഇപ്പൊ നമുക്കൊരു കെയിൻ അടിക്കണം, അതായത് നാച്ചുറൽ കെയിൻ ഉണ്ട്. നമസ്കാരം, നമ്മള് നിലമ്പൂരാണുള്ളത്. നിലമ്പൂര് പേര് കേട്ട നാടാണ് നിലമ്പൂര്. അപ്പൊ നിലമ്പൂരിന്റെ ഫർണിച്ചറും അതേമാതിരി തന്നെ പേര് കേട്ടതാണ്. അപ്പോൾ നമ്മളൊരു ഫർണിച്ചറിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിക്കാണ് വന്നിക്കണേ. അപ്പോൾ ഇവിടെ ഫർണിച്ചർ എടുക്കുന്ന എല്ലാ പ്രോസസ്സും ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ചെയറ്, ടേബിള്, ഇങ്ങനത്തെ ഓരോന്നിൻ്റെയും കാല്, മുകൾ ഭാഗം, അങ്ങനെ ഓരോന്നിൻ്റെയും ഷേപ്പ് നമ്മൾ ഈർച്ച മില്ലിൽ നിന്ന് കൊണ്ടുവന്ന തടിമേൽ ഡിസൈൻ ചെയ്ത് അപ്പം അതിൻ്റെ ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് എടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഓരോന്ന് കട്ട് ചെയ്ത് ഓരോ രീതിയിലാക്കി എടുക്കുന്നത്. ഇത് നമ്മള് മില്ലിന്ന് ഇങ്ങനെ പിടിക്കുന്നതാണ്, ഓരോ കളര് ഓരോ സൈസില്. എന്നിട്ട് ചെയറിന്റെ ബെൻഡ്, ചെയറിന്റെ കാല്, ചെയറിന്റെ ഓരോ മോഡലിന് ഓരോ ബെൻഡുകൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് മഹാഗണിയിലും തേക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോ മഹാഗണിയിലാണ് ചെയ്യുന്നത്. നമ്മള് കട്ട് ചെയ്യാനാണ് കണ്ടത്. കട്ട് ചെയ്താണ്ട് അടുത്ത പ്രോസസ് ആണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ പ്ലെയിനിങ് ആണ് നടക്കുന്നത്. പ്ലെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ ലെവൽ ചെയ്യാണ്. നമ്മളിപ്പോ ആ മെഷീനിൽ വെച്ച് കട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് എല്ലാ ഭാഗവും ലെവലാക്കി കൊണ്ടുവരിക. ഇവിടുന്ന് അത് 2-3 മെഷീൻ ഉണ്ട്. മിഷന് അത് ഇങ്ങനെ വിടുന്ന സംഭവങ്ങൾ അതൊക്കെ പ്ലെയിനറിനാണ്. അത് പ്ലെയിനിങ്ങും തിക്നെസ്സും നമുക്ക് വേണ്ട കനത്തിൽ അടിക്കാം. എത്ര കനാണ് വേണ്ടത് ആ ലെവലിൽ അടിക്കാം. ഇത് എത്ര ഒരേ തിക്നെസ് അല്ലേ വരുന്നത്? ഒരേ തിക്നെസ്. അത് ഓരോ മോഡലിന് തിക്നെസ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം. അതൊക്കെ ഈ മെഷീനിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത് ഈ 2 പ്രോസസ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഒരു ചെറിയൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ആശാരിമാരുടെ അടുത്തേക്ക് ഇവിടുന്ന് ഇത് ഇങ്ങനെ ലെവൽ ചെയ്തിട്ടാണ് ആശാരിമാരുടെ അടുത്ത് വരുന്നത്. ഇതൊക്കെ ഇപ്പൊ ഈ കാണുന്നൊക്കെ പ്ലെയിനർ അടിച്ച മരങ്ങളാണ്. മെയിൻ തേക്കനാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മഹാഗണിയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് മെയിൻ ആയിട്ട് ആശാരിമാരെ സെക്ഷൻ വരുന്നത്. ഈ അവര് ഇതൊക്കെ ഒരു പുതിയ മോഡല് ചെയറാണ് വരുന്നത്. ഇവിടുന്ന് ഇപ്പൊ കട്ട് ചെയ്താണ്ട് ഇവിടുന്നാണ് ആശാരിമാരെ പ്രോസസ്സിംഗ്. ഇവിടുന്നാണ് വരുന്നത്. ഇവിടെ ഇപ്പൊ നമുക്കൊരു കെയിൻ അടിക്കാൻ, അതായത് നാച്ചുറൽ കെയിൻ ഉണ്ട്, മുളക് പോലത്തെ സംഭവം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ്. അതാണ് നമ്മള് ഇങ്ങനെ ഇട്ടത്. ഇതൊക്കെ തേക്കിൽ തന്നെ വരുന്നത്. ഇവിടുന്നാണ് ഇപ്പൊ ഡിസൈനിങ് തുടങ്ങണേ. ഇവിടുന്ന് ഡിസൈനിങ് വേണ്ട കട്ടിങ് അവിടുന്ന് ചെയ്തു വരും. ഇവിടുന്നാണ് കറക്റ്റ് ഡിസൈനിങ്ങും കാർപ്പന്റർ വർക്ക് നടക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ചെയറുള്ളതാ? നമ്മള് ചെയറ്, ടേബിള്, പിന്നെ കട്ടില്, അലമാര, എല്ലാ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഐറ്റംസുകളും കാർപ്പന്ററി എന്നാണ്. ഇവര് കാർപ്പന്ററിയിൽ എന്ന് പറഞ്ഞാൽ ഇവര് ഓരോ സെക്ഷൻ ആയിട്ടാണ്. ഒരാളിങ്ങനെ കുടുംബം എടുക്കുക. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ജോയിന്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ. ഒരാള് ഇതിലേക്ക് പോയി വേറെ പീസ് വന്നിട്ട് ജോയിന്റ് ചെയ്യുക, കുടുംബം എടുക്കുക. ഒരാള് സ്റ്റാൻഡർ അടിക്കുക, ഒരാള് ഹോൾ എടുക്കുക, ഒരാൾ ഫിറ്റിംഗ്, അങ്ങനെ ഓരോരോ സെക്ഷനിൽ ഓരോരുത്തരാണ് ഇത് ചെയ്ത് ഇങ്ങനെ പോവാണ്. അവസാനം ഫിനിഷിങ് ഇവരെ മെയിൻ ഈ കാർപ്പന്ററിയിൽ തന്നെ മെയിൻ ആൾക്കാരുണ്ടാവുമല്ലോ, അവരാണ് ഫിനിഷിങ് ചെയ്യുക. അത് കഴിഞ്ഞ് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോസസ്സിലേക്ക്, അതായത് പോളിഷിലേക്ക് പോകും. ഇതിപ്പോ എല്ലാ ഇത് ചെയ്യാൻ ഒരേ റിസ്ക് ആയിരുന്നു. അങ്ങനെ ഒന്നിനും ഉറപ്പ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. നല്ല ഹാർഡ് വുഡാണ് ഈ ബീറ്റി എന്ന് പറയുന്നത്. അപ്പൊ റോസ് വുഡിൽ നമ്മൾ ഒന്നുകൂടെ 1-2 ഐറ്റംസ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഭയങ്കര ഹാർഡാണ്. ഞാൻ ഒരു ഫോട്ടോ അല്ല സാധനം കാണിച്ചു. അത് ആണി അടിക്കാനൊക്കെ ഭയങ്കര കീഴ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ആണി പൊട്ടൂല. പക്ഷെ അതിനൊക്കെ സംബന്ധിച്ച് തേക്കും മഹാഗണി കുറച്ചും കൂടി സുഖമാണ്. ഇവിടാണ് കാർപ്പൻട്രി കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രോസസ്. അതായത് സീൽ ഓഫ് ഫിനിഷിംഗ്.
നമ്മള് ഈ പേപ്പർ ചെയ്യാന്ന് പറയില്ലേ, നമ്മള് പേപ്പർ ഇടൂലേ, പേപ്പർ ഇടുക. ഈ മരത്തിന്റെ ഈ ഹോളുകൾ ചെറിയ ചെറിയ മരാണല്ലോ, അപ്പൊ ഹോളുകള് ചെറിയ ചെറിയ ജോയിന്റുകൾ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇവിടെ നിന്നാണ് ഇവര് ക്ലിയർ ആക്കുന്നത്. ഈ പേപ്പർ അതായത് റോൾ പേപ്പർ ഉണ്ട്, റോൾ പേപ്പർ ഇട്ടിട്ട് സീലർ അടിച്ചിട്ട് ക്ലിയർ ആക്കാണ് ഈ ഇവിടുത്തെ ചെയ്യുന്നത്. മിൻസും പോളിഷ് ഒക്കെ അതന്നെ പോളിഷ്. ഇതിപ്പോ ലാസ്റ്റ് ഫിനിഷ് അല്ല, ലാസ്റ്റ് ഫിനിഷ് ഇനിയിപ്പോ നമുക്ക് സ്പ്രേ പെയിന്റ് അടിക്കാനുണ്ട്. മരം വരുന്നത് ഇത് തേക്കാണ്. തേക്കായിരുന്നു. ഇതാണ് വീട്ടിൽ. ഇതാണ് ഞാൻ പറഞ്ഞ വീട്ടിൽ. അതൊന്നും ഇപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടാല് ക്ലിയർ ആവൂല, പൊടിയായിട്ടും. ഇതിന് തേക്കിനനുസരിച്ച് ഒന്നുകൂടി റേറ്റ് കൂടുതലാവില്ല ഇതിന്. വീട്ടിക്ക് നല്ല 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 റേറ്റ് ഉണ്ടാവും, നല്ല റേറ്റ് മാറ്റം ഉണ്ട്. വീട്ടിൽ നമ്മള് വാങ്ങുന്നതൊക്കെ നല്ല റേറ്റ് മാറ്റം ഉണ്ട്. അതാണ് ഇതിന് റേറ്റ് കൂടുതൽ വരുന്നത്. പിന്നെ വീട്ടിലെന്നൊക്കെ പറഞ്ഞാൽ അധികം കസ്റ്റമൈസ്ഡ് ഓർഡറാണ് വരിക. അതായത് കടകളിലേക്ക് ഓർഡറുകൾ വളരെ കുറവാണ്. നമുക്ക് ഇതിനെ പറ്റി അറിയുന്ന ആൾക്കാർ ഇങ്ങനെ പറയാം, നമുക്ക് വീട്ടില് ഇന്ന സാധനം വേണമെന്ന് പറയുന്ന അങ്ങനത്തെ ഓർഡറുകളാണ് നമുക്ക് അധികം വരുന്നത്. ഇതൊരു വെറൈറ്റി ഡിസൈൻ ഒന്നുമില്ല. അതൊരു കിച്ചൺ ഡൈനിങ് ആയിട്ട് വരുന്നതാണ്. ഇതിന് ഇങ്ങനെ തന്നെ ചെയർ വരുന്നത് ഒരു 4 സീറ്റ് ചെയറും വരുന്നുണ്ട്, 6 സീറ്റ് വരുന്നുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ. ഇത് അത്യാവശ്യം നല്ലൊരു മോഡലാണ്. അതേപോലെ ഒരു ഫോൾഡിങ് വേറൊരു മോഡലും ഉണ്ട്. അതിന്റെ ഹോൾഡ് ചെയ്ത് വെക്കല ഉള്ളിലേക്ക്. ഉള്ളിലേക്ക് നമുക്ക് സ്പേസ് യൂട്ടിലൈസ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട്, പക്ഷെ എല്ലാം ഒരു പകുതി പണിയേ കഴിഞ്ഞിട്ടുള്ളൂ. കുറച്ച് മോഡല് നമ്മൾ ഇതിന്റെ വീഡിയോയിൽ ആഡ് ചെയ്ത് തരാം. പെയിന്റിങ് നടക്കുന്നത്. അതായത് ഇതും ഈ പറഞ്ഞ മാതിരി നമ്മള് നോർമലി നാച്ചുറൽ കളറിലാണ് സാധനങ്ങൾ അടിച്ചു വിടുന്നത്. എസ്ഡിന്റെയും ഏഷ്യന്റെയും അതായത് PU പോളിഷും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഈ PU ഒക്കെ കസ്റ്റമൈസ്ഡ് പറയുന്ന മാതിരിയാണ്. PU വേണം. PU എന്ന് പറഞ്ഞാല് നമുക്ക് അത്രയും ഗ്യാരണ്ടി കൊടുത്തിട്ട് ചെയ്യാം. കാരണം വെള്ളം തട്ടിയാലും സ്ക്രാച്ച് ആയാലും ഒരു പ്രശ്നവും വരില്ല. ടേബിളിലൊക്കെ PU അടിക്കുന്നത് വളരെ നല്ലതാണ്. കിച്ചണിലൊക്കെ വെക്കുന്നതിനെ കൊണ്ട് ഇതിപ്പോ ഏകദേശം എത്ര വർഷം ഈട് കിട്ടും? ഏതാണ് ഈ നമ്മളെ തേക്കിന്റെ ഫർണിച്ചറൊക്കെ? നമ്മള് ഫർണിച്ചർ ആണെങ്കിൽ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ 20-25 വർഷമൊക്കെ എന്തായാലും നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നല്ലോണം കിട്ടും, അതിലും കൂടുതൽ കിട്ടും. അതും ഈ പറഞ്ഞ മാതിരി തേക്ക് പർച്ചേസ് ചെയ്യുന്നോട്ട് നമ്മൾ നല്ല ശ്രദ്ധിക്കണം. അതായത് ചെറിയ മരം, മൂപ്പ് കുറഞ്ഞ മരം, മൂപ്പ് കൂടിയ മരം, അങ്ങനൊക്കെ ഒരുപാട് ഗ്രേഡുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്റെ അഭിപ്രായത്തിൽ ഒരു 50-100 കൊല്ലം കിട്ടുന്ന ഫർണിച്ചറുകൾ ഉണ്ട്. നമ്മളെന്തായാലും ഒരു 20-25 ഇയർ എന്തായാലും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തേക്ക് വാങ്ങിയതിന്റെ ശേഷം പ്രോസസ് ചെയ്താണ്ടല്ലേ വരിക? തേക്ക് വാങ്ങിയിട്ട് നമ്മൾ തന്നെ മില്ലില് കൊടുക്കും. അതായത് ഈർച്ചമില്ലുണ്ടല്ലോ, അവിടെ കൊടുത്തിട്ട് നമ്മളെ അളവുകളുണ്ട്, ആ അളവിന് കട്ട് ചെയ്യും. അതായത് സ്ലാബ് ആയിട്ടും കാലുകളായിട്ടും റീപ്പറുകളായിട്ടും ഒക്കെ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പ്രോസസ്. ഇത് കേട് വരാക്കാന് കേട് വരാതെക്കാന് നമ്മൾ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ കുത്തല്, അതായത് ഫംഗസ്, പിന്നെ നമ്മളെ ഉറക്കത്തും കുത്തം അങ്ങനത്തെ കംപ്ലൈന്റുകൾ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ ബോയിലറിൽ കയറ്റുന്നുണ്ട്. അതായത് ബോയിലറിൽ കയറ്റാന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അതിന്റെ വാട്ടർ കണ്ടന്റ് ഒഴിവാക്കാൻ വേണ്ടിട്ട് ചൂടാക്കുക മരം. അത് ഇത്ര സെൽഷ്യസ് ചൂട് കൊടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് ഒരു 1-2 ദിവസം അതിൽ വെക്കും, വാട്ടർ കണ്ടന്റ് ഒഴിവാക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഫർണിച്ചർ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്നത്. അതിനെക്കൊണ്ട് നമുക്ക് റിട്ടേൺ വരുന്ന കംപ്ലൈന്റ് അതൊക്കെ ഭയങ്കര കുറവാണ്. നോർമലി കുഷ്യനിലാണ് കൊടുക്കുന്നത്. അതായത് ഒരു 2 ഇഞ്ച് സ്പോഞ്ച് വെച്ചിട്ട് ഉണ്ടാക്കാണ്. അടിയിൽ പ്ലൈവുഡ് ഒരു ഞെട്ടും ബോൾട്ടും കൊടുത്തിട്ട് ഫിറ്റ് ചെയ്യും. പിന്നെ ഇത് പറഞ്ഞ ഒരു കസ്റ്റമർ പറയും നമുക്ക് കുഷ്യൻ വേണ്ട, മരം മതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ റീപ്പർ കൊടുക്കും. ഇത് 2 റീപ്പർ കൊടുത്താ? ഇത് 2 റീപ്പർ കൊടുത്താ. ഇത് ഫോറസ്റ്റ് തേക്കിൽ വരുന്ന ഒരു മോഡലാണ്. ഫോറസ്റ്റ് തേക്കും വീട്ടിയാണ്. ഈ റീപ്പറുകൾ വീട്ടിയാണ്. റെഡ് കളർ വരുന്നത്. അതാണ് ഈ കളർ വരുന്നത്. ഇതും അത്യാവശ്യം വീട്ടിൽ കയറുന്നതിനെ കൊണ്ട് നല്ലൊരു റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതും നമ്മളൊരു പുതിയ മോഡലാണ്. ഇതും ഈ പറഞ്ഞ ഫുൾ ഫിനിഷ് കഴിഞ്ഞ മോഡൽ, ഫുൾ ഫിനിഷ് കഴിഞ്ഞ് പാക്കിങ് കഴിഞ്ഞ് പോകാനുള്ള സാധനമാണ്. അതും വീട്ടിയാണ് വരുന്നത്. ഇതൊക്കെ അധികം കസ്റ്റമർ ഓർഡർ വരുന്നുള്ളൂ വീട്ടിൽ. ഒരു പ്രീമിയം മോഡലാവൂല? പ്രീമിയം മോഡലാണ് തീർച്ചയായിട്ടും. നമുക്ക് ഈ ഇവിടെ എന്താ പറയുക, ഇതിന്റെ നിലൊന്നും ക്ലിയർ ആവായിട്ടാണ്. ഇത് മാർബിൾ ഇട്ട നിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് അവിടെ കാണിച്ച മോഡല്
ഇത് ആ മുള കൊണ്ട് ഇതാണ് ഇത് നാച്ചുറൽ കെയിനാണ് വരുന്നത്. ആ ആ ഇത് കെയിന് കൊടുത്തിട്ട് ഇവിടെ ഒരു ചൂരലിന്റെ ഒരു റീപ്പർ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. ടൈറ്റ് ചെയ്യുന്നത്. ഇത് അധിക ആൾക്കാരും കംപ്ലൈന്റ് ഇത് പെട്ടെന്ന് ലൂസ് ആവുന്നു എന്നുള്ള കംപ്ലൈന്റ് ആണ്. ഇതിന്റെ ഉള്ളത്തെ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ, നമ്മള് ഇങ്ങനൊക്കെ കൊടുത്തതിനെ കൊണ്ട് നമ്മൾക്ക് ഇതുവരെ ലൂസ് ആയിട്ടില്ല, അങ്ങനത്തെ കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇത് നമുക്ക് ഏകദേശം ഫിനിഷ് ചെയ്ത കുറച്ച് മോഡലും കൂടി കാണിച്ചു തരാം. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാവും, നിങ്ങളപ്പോ ഇത് എങ്ങനെ വാങ്ങാൻ പറ്റുകയെന്നുള്ളത്. ഇവിടെ ഹോൾസെയിൽ ആണല്ലോ ഉള്ളത്, ഇനി റീറ്റെയിൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വാങ്ങാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുമോ, അതൊക്കെ ഒരു സംശയമാവും. നമ്മള് ഹോൾസെയിൽ ആണ് ഇപ്പോ നോർമലി ചെയ്യുന്നത്. നമ്മള് ഇവിടെ കേരളത്തിലെ ഒട്ടുമിക്ക ലീഡിംഗ് ഷോപ്പുകളിലും നമ്മളെ സാധനം അവൈലബിൾ ആണ്. അപ്പോ ഷോപ്പ് മുഖാന്തരം വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ടിംബെല്ലാന്നല്ലേ പേര്? ചിമ്പല്ല പേര്. ടിംബെല്ലാന്ന് നിങ്ങൾ ഷോപ്പിൽ അന്വേഷിച്ചാല് ഇതുപോലെ പ്രൊഡക്റ്റ് വാങ്ങാൻ കിട്ടുന്നതാണ്. വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.